ഒരനുഭവം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ക്ലാസ് നിർത്തുകയാണ്. ഞാനിതുപോലെ ഒരു സ്കൂളിലെ രക്ഷിതാക്കൾക്ക്, വയനാട് ജില്ലയിലെ പൂതാടിയുള്ളൊരു സ്കൂളിലെ രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. മക്കളുമായിട്ട് നമ്മളാണ് കോംപ്രമൈസ് ആക്കേണ്ടത്. മക്കൾ കോംപ്രമൈസ് ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മസിൽ പിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാനത് മനഃശാസ്ത്രപരമായി അവതരിപ്പിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ഒരു ടീച്ചർ ബോധം കെട്ട് വീണു. അപ്പോൾ ക്ലാസ് നിന്നു, ടീച്ചറെ എടുത്തു കൊണ്ടുപോയി. അവസാനം ടീച്ചർ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മുഖത്ത് വെള്ളം തയ്ച്ചപ്പോൾ ടീച്ചർക്ക് ബോധം വന്നു. അല്ല മാഷേ, ഒന്നും പ്രശ്നമില്ല, നിങ്ങൾ ക്ലാസ് എടുത്തോന്ന് പറഞ്ഞു. ക്ലാസ് എടുത്തോന്ന് പറഞ്ഞു. ക്ലാസ്സൊക്കെ പൂർത്തീകരിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ടീച്ചർ എന്നെ ഫോൺ വിളിച്ചു. മാഷേ, അന്ന് പറ്റിയത് പറയാം. ഞാനും എൻ്റെ മോനും 1 കൊല്ലമായി മിണ്ടാത്തത്. ഓൻ ബാംഗ്ലൂരാണ്. ഞാൻ പറഞ്ഞ പെണ്ണിനെ ഓൻ കല്യാണം കഴിക്കാത്തതിലെ വാശിയിൽ ഞാൻ അങ്ങോട്ടും വിളിക്കില്ല, ഓൻ ഇങ്ങോട്ടും വിളിക്കില്ല. ഓൻ ബാംഗ്ലൂരാണ്. ഞങ്ങൾ കാണാറില്ല, വിളിക്കാറില്ല. എന്നാൽ നമ്മളാണ് സാക്രിഫൈസ് ചെയ്യേണ്ടതെന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ തെറ്റ് മുഴുവൻ എൻ്റെതാണെന്ന് തോന്നിയപ്പോൾ ഞാൻ എന്തെല്ലോ ആയിപ്പോയിട്ട് വീണുപോയതാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞ് ഞാൻ ഇന്നലെ രാവിലെ അവനെ വിളിച്ചു. 1 കൊല്ലം കൂടിയിട്ട് അവനെ ഫോൺ വിളിച്ചു. ഓൻ ഫോൺ എടുത്തു. അവനും ഒന്നും പറയുന്നില്ല, എനിക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ 2 പേരും കുറേ നേരം കരഞ്ഞു. ഞാൻ വിറക്കുന്ന ശബ്ദത്തോടെ മോനേന്ന് വിളിച്ചു. അതും മാത്രം മതിയായിരുന്നു അവന്. രാത്രി അവൻ തിരിച്ച് എൻ്റെ വീട്ടിലെത്തി. എൻ്റെ മോനല്ലേ അത്, നമ്മുടെ മക്കളല്ലേ, അവരെ വെറുക്കരുത്, അവരെ ശത്രുപക്ഷത്തിരുത്തരുത്, അവരെ രാക്ഷസനെ പോലെ ശകാരിക്കരുത്. സ്നേഹമെന്ന ഒറ്റ മന്ത്രം അത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ആ സ്നേഹമെന്ന ആ വലിയ മന്ത്രം അതുപയോഗിച്ചാൽ നിങ്ങളുടെ മക്കളെ നല്ല മനുഷ്യക്കുട്ടികളായി, നല്ല വ്യക്തിത്വമുള്ളവരായി വളർത്തിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെയൊരു ക്ലാസ് എടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ പ്രിൻസിപ്പളിനോടുള്ള എൻ്റെ കടപ്പാട് അറിയിക്കുന്നു.